പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദനെ കുറിച്ച് ഇങ്ങനെ മോശമായി പറയുന്നത് ഈ രണ്ടാം കെട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ വേദയ്ക്കും അതുപോലെ തന്നെ കമലമ്മയ്ക്കും വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. രണ്ടാം കെട്ടോ, രണ്ടാം കെട്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? എൻ്റെ മകൻ എന്തെങ്കിലും അപകടം സംഭവിക്കണം, എന്നിട്ട് വേദയ്ക്ക് വീണ്ടും ഒരു വിവാഹം, അതാണോ നീ ഉദ്ദേശിക്കുന്നത്? അതാണോ നീ ആഗ്രഹിക്കുന്നത്? അയ്യോ അമ്മ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു തവണ കെട്ടിയതാണല്ലോ, പിന്നെയും വീണ്ടും കെട്ടണതിനെ രണ്ടാം കെട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയും. അപ്പോൾ സമയത്ത് തന്നെ പെട്ടെന്ന് വേദ കുഞ്ഞിനോട് പറയും, മോളെ അപ്പുറത്ത് പോയി കളിച്ചോ, വേദ ചെറിയമ്മ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് എഴുന്നേൽക്കും. എന്താ ഇപ്പോൾ നന്ദിനി അടുത്തിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കും. വിക്രം എൻ്റെ കഴുത്തിൽ രണ്ടാമത് താലി കെട്ടണമാണോ എന്നൊക്കെ ചോദിക്കും. ആ സമയത്ത് പറയും, അയ്യോ എനിക്കെന്ത് പ്രശ്നം, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയും. അപ്പോൾ അച്ഛൻ ഇത് സമ്മതിക്കുന്നത് തോന്നുന്നുണ്ടോ, വിക്രം ഇത് സമ്മതിക്കുന്നുണ്ടോ എന്നൊക്കെ അമ്മയോട് ചോദിക്കുന്നു നന്ദിനി. അച്ഛൻ്റെ കാര്യം നീ ആലോചിക്കണ്ട, ഞാൻ ആലോചിച്ചോളാം. ഓ അത് ശരിയായി, 10-25 വർഷം അല്ലെ 10-35 വർഷം അമ്മയുടെ കൂടെ ജീവിച്ചതല്ലേ അച്ഛൻ. അപ്പോൾ അമ്മയുടെ കണ്ണീര് കാണുമ്പോൾ ചിലപ്പോൾ അച്ഛൻ സമ്മതിക്കും. വിക്രമോ എന്ന് ചോദിക്കും. അപ്പം പെട്ടെന്ന് നമ്മുടെ വേദ പറയും, വിക്രമിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് വേദയും വിട്ടുകൊടുക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് വിനായകൻ പറയും, അല്ല അമ്മേ, നാട്ടോട്ട് ഇനിയിപ്പോൾ കല്യാണമൊക്കെ നടത്തുമ്പോൾ അതിനുള്ള ചിലവ് വേണ്ടേ? അപ്പോൾ നന്ദിനിയും പറയും, അതെ, ആ താലി കോർക്കൽ ചടങ്ങിന് തന്നെ ഒരു 3 പവൻ്റെ മാലയെങ്കിലും അതിന് വേണം. ഒരു പവൻ തന്നെ ഇപ്പോൾ 10-70,000 രൂപയുണ്ട്. എവിടെ നിന്നെടുത്ത് കൊടുക്കും, എങ്ങനെ ചെയ്യും എന്നൊക്കെ ചോദിച്ചപ്പോൾ, ഓ അത് ശരി, അതാണല്ലേ മക്കളുടെ വിഷമമെന്ന് പറയും. എന്തായാലും നീ തരാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ, ഞങ്ങളെല്ലാം എവിടെ നിന്ന്, അപ്പം മോൾ ഇതേക്കുറിച്ച് അന്വേഷിക്കേണ്ടെന്ന് പറയും. പെട്ടെന്ന് തന്നെ വിക്രം അവിടേക്ക് കയറി വരും. എന്താ ഇവിടെ ചർച്ച, എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കും. നീ അറിഞ്ഞില്ലേ, നിന്റെ രണ്ടാം വിവാഹം, രണ്ട് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം നടത്താൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഒക്കെ തലയ്ക്ക് ഭ്രാന്ത് ഉണ്ടോ എന്ന് ചോദിക്കും. അതെന്താടാ ഭ്രാന്ത്, ഒരിക്കൽ നീ ഇവിടെ തകർത്തി താലി കെട്ടിയല്ല, അതെന്നെ ഒന്നും കൂടെ കെട്ടണോണ്ട് എന്താ കുഴപ്പം, അവളുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടെന്ന് പറയും. അമ്മ വെറുതെ ആവശ്യമില്ലാത്തത് പറയരുത് കേട്ടോ, എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ. ഒരു ദേഷ്യവും പിടിക്കണ്ട, നീ വലിയ വാശിക്ക് അവളുടെ കഴുത്തി താലി കെട്ടി ഈ അവളെ സ്വന്തമാക്കിയില്ലേ, ഈ വീട്ടിൽ കൊണ്ടുവന്നില്ലേ, അപ്പോൾ ആ പാവങ്ങളുടെ കണ്ണിലും അതൊന്ന് കാണണം, അത്രേ ഉള്ളൂ, അത് നീ ചെയ്തിരിക്കണം എന്ന് പറയും. അപ്പോൾ വിക്രമിന് ദേഷ്യം വരും. വിക്രം ഇങ്ങനെ ഒരു ക്ലാസ്സൊക്കെ എടുത്ത് ഇങ്ങനെ എറിയുന്നുണ്ട്. നമ്മുടെ ശ്രീജയും പറയും, അതെ, അതിലൊരു തെറ്റുമില്ല, ഒരിക്കൽ നീ ഇവളെ വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് ഇവളിങ്ങോട്ട് കയറി വന്നതല്ലേ, ഇനി നാട്ടുകാർ കാണല്ലേ, അതുകൊണ്ട് രണ്ട് വീട്ടുകാരുടെ സമ്മതത്തോടെ അങ്ങോട്ട് വിവാഹം, ഇതിലൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് വിക്രമിനോട് ശ്രീജേർത്തി ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്നാ, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യോളാന്ന് ചോദിക്കും. ഒരു കാര്യം കൂടെ ശ്രീജ പെട്ടെന്ന് പറയും, ഈ താലി ഓർക്കൽ ചടങ്ങിൻ്റെ ഉള്ള ചിലവ് നീ തന്നെ ഉണ്ടാക്കണം എന്ന് പറയും. അപ്പോൾ പിന്നെ ഉണ്ടാക്കിയത് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വിക്രം ദേഷ്യത്തോടെ പോകും. അപ്പോൾ കണ്ടില്ലേ, വിക്രമിൻ്റെ കാര്യം മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കും. നന്ദിനിക്ക് സന്തോഷമാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നന്ദിനിയോട് ശ്രീജ നമ്മുടെ വേദ പറയുന്നുണ്ട്, എന്തായാലും ശരി, വിവാഹം നടത്താൻ തീരുമാനിച്ചില്ലേ, വിക്രമിൻ്റെ സമ്മതം ഞാൻ മേടിച്ചോളാം എന്നും പറഞ്ഞ് വേദ വിക്രമിൻ്റെ അടുത്തേക്ക് പോകും. വിക്രമണി മുറി കയറി ഗ്ലാസ് എറിഞ്ഞുടക്കലും അത് ചെയ്യലും അങ്ങനെ ദേഷ്യപ്പെട്ട് നടക്കണം. പറയും, അയ്യോ, ഈ ഗ്ലാസ്സിനോടൊന്നും ദേഷ്യം തീർത്തിട്ട് ഒരു കാര്യമില്ല എന്ന് പറയും. എടി നിനക്ക് നാണയില്ലേടി എന്ന് ചോദിക്കും. ഉണ്ടായിരുന്നു, ഒരുത്തൻ ഒരു റൗഡി ബലമായി എൻ്റെ കഴുത്തിൽ താലി കിട്ടിയതോടുകൂടി നാട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ട് ചതി ചെയ്തില്ല, അതോടുകൂടി എൻ്റെ നാണക്കേടൊക്കെ പോയി എന്ന് പറയും. പിന്നെ ഭർത്താവിനെ കാണുമ്പോൾ ഒരു നാണക്കേടും വേണ്ടാന്ന് നിങ്ങളുടെ അച്ഛമ്മയും പറഞ്ഞതോടുകൂടി അതും ഇല്ലാണ്ടായി. ഇപ്പം എന്താണെന്ന് അറിയില്ല, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഒരു നാണവും ഇല്ല എന്ന് പറയും. എന്താ നിൻ്റെ ഉദ്ദേശം, പ്രതികാരം വീട്ടാനാണെങ്കിൽ അത് വീട്ടിയിട്ട് നീ ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറയും. അങ്ങനെ ശരിയാവണം, എങ്ങനെ പ്രതികാരം വീട്ടിയിട്ട് പോകാനല്ലല്ലോ വന്നിരിക്കണത്, പ്രതികാരം വീട്ടാൻ തന്നെയാണ്. പക്ഷേ അതിപ്പോൾ രണ്ട് വീട്ടിലും കൂടെ സമ്മതത്തോടെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെനിക്ക് ലൈസൻസോട് കൂടി പൊരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് വിക്രമിനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നു. ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ വിക്രമിന് എന്ത് പറയണമെന്ന് അറിയില്ല. നല്ലോണം പറഞ്ഞ് ചീത്തയും പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ശ്രീനിവാസൻ്റെ വാലായി നടക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ട് നിങ്ങളുടെ വാലായി നടന്നുകൂടാന്നൊക്കെ ചോദിച്ച് വേദയും ദേഷ്യപ്പെടുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും, കെട്ടില്ല 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 എന്ന് പറയും. അത് ഉറപ്പാണോ നോക്കിയാൽ ഉറപ്പെന്ന് പറയും. ശരി എനിക്കറിയാം, നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് വേദ തിരിഞ്ഞ് നടക്കും. എന്നിട്ട് പിന്നെ നോക്കിയിട്ട് പറയും, നിങ്ങളിത് ചെയ്തിരിക്കും വിക്രമാദിത്യൻ എന്ന് പറയുമ്പോൾ വേദന മനസ്സിൽ എന്താണെന്ന് അറിയാണ്ടോ അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് നമ്മുടെ വിക്രം. പിന്നെ ശ്രീജനെ കാണിക്കുന്നുണ്ട്. ശ്രീജ മോളെ നല്ല സന്തോഷത്തോടെ ചേർത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ട്, വേദം നല്ല കുട്ടീന്, എന്തായാലും ഇത് നടക്കും, വിക്രമിന് എന്തായാലും ഒരു മാറ്റം വരും എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ഡിസംബറിലാണ് വിക്രം വേദയുടെ കഴുത്തിൽ താലി കെട്ടിയത്. ഇപ്പോൾ രണ്ടാമത്തെ ഡിസംബറായി വരാൻ പോകുന്നു. എന്നിട്ട് എന്ത് മാറ്റം അവനുണ്ടായിന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ടായിക്കോളും, അല്ലാണ്ട് തന്നെ നോക്കിക്കുന്നത് ഈ വീട്ടിലെല്ലാവർക്കും അവൾ വന്നതിന് ശേഷം ഒരു മാറ്റമുണ്ട്. വിശേഷം തന്നെ ഈ ജോലിക്ക് പോയതിൻ്റെ പിന്നിലും ഒരു ലക്ഷ്യം ഉണ്ടായില്ലേ എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ മോള് കുറച്ച് ദിവസം വന്ന് നിന്നപ്പോൾ ഈ ജോലി ചെയ്യാണ്ട് പറ്റിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ മോള് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ജോലി നിർത്തുമെന്ന് ചോദിക്കും.
ഈ ജോലി നിർത്തും, വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകും എന്നൊക്കെ പറഞ്ഞ് അവർ വീണ്ടും പിണങ്ങുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കമലാമ്മനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കമലാമ്മനോട് മാഷ് പറയുന്നുണ്ട്, ഞാൻ ഈ കോമാളിത്തരത്തിന് കൂട്ടു നിൽക്കില്ല എന്ന് പറയും. കോമാളിത്തരോ മാഷ് എന്തീ പറയണമെന്ന് ചോദിക്കും. വേദനയോട് എന്തിനാ മാഷ്ക്ക് ഇത്ര ദേഷ്യം നോക്കിയാൽ, മിക്ക കുട്ടിയോട് ഒരു ദേഷ്യമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അവൾ നല്ലൊരു പെൺകുട്ടിയാണ്, നമ്മുടെ മോൻ നല്ലൊരു മോനായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പെൺകുട്ടിയെ തലയിൽ വെച്ചിട്ടുണ്ട് നടന്നേനെ. അത്രയ്ക്കും നല്ല വൈഭവം അതുപോലെ തന്നെ ബുദ്ധിയും എല്ലാം ഉള്ളൊരു പെൺകുട്ടീന്. ആ പെൺകുട്ടിയുടെ ജീവിതം ഇവിടെ ഇട്ട് നശിപ്പിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല കമല. അതുകൊണ്ടാണ് നീ അത് കാണാത്തത്, എൻ്റെ മകനോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് നീ ആ കാഴ്ച കാണാത്തതെന്നൊക്കെ പറയും. മാഷ് എന്ത് പറഞ്ഞാലും ശരി തന്നെ. ഇപ്പോൾ രണ്ട് വീട്ടുകാരുടെ കൂടെ സമ്മതത്തോടെ നടത്തണമല്ലേ? ഏത് രണ്ട് വീട്ടുകാർക്ക് കമലേ? ആ മുത്തശ്ശിയും അമ്മയല്ലേ? അമ്മ പിന്നെ ഏതൊരു പെറ്റ തള്ളയും അങ്ങനെ നിന്നെ പോലെ തന്നെ ചിന്തിക്കുന്നവരാണ്. മകൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ എത്ര ദുഷ്ടരായാലും കൊലപാതകയായാലും ആ സ്വീകരിക്കേണ്ട നിവർത്തിയില്ല. പിന്നെ ആ മുത്തശ്ശിയാണെങ്കിൽ ആദ്യമേ തന്നെ ഇതൊരു ദൈവനിശ്ചയമായിട്ട് കണ്ടുകഴിഞ്ഞിട്ട് അതും അങ്ങനെ നടക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ പിന്നെ അതിനെയും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ശരി തന്നെ കമലെ, ഞാനിതിന് കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞാൽ നിൽക്കില്ല. എനിക്ക് ആ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഞാനിത് നടത്താൻ തീരുമാനിച്ചു മാഷേ. ഇക്കണ്ട നാളെ ഞാൻ മാഷിൻ്റെ കൂടെ നിന്നു. മാഷ് പറയുന്നത് എന്തും ഞാൻ ചെയ്തു, പക്ഷേ ഇത് മാത്രം ഞാൻ മാഷ് ധിക്കരിച്ച് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ മാഷ് ഒന്നും മിണ്ടൂല. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് വേദനയാണ്. ഈ വേദന ഇങ്ങനെ അലക്കാനൊക്കെ നിൽക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നന്ദിനി ഡ്രസ്സ് ഡ്രസ്സിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഡ്രസ്സും കൊണ്ട് വരുന്നുണ്ട്. പിന്നെ കയ്യിലൊരു ഗ്ലാസ് ജ്യൂസ് കൊണ്ട് എന്നിട്ട് പറയും, വേദേ എന്നാ ജ്യൂസ് എന്ന് പറയേ. ജ്യൂസോ? ഇതെന്താ പതിവില്ലാതെ എന്ന് പറയും. അയ്യോ ഇത് ഞാനുണ്ടാക്കിയതല്ല, അമ്മ ഉണ്ടാക്കി, ശ്രീചേട്ടത്തി ഇവിടെ ഉണ്ടാക്കി വെച്ചാണ്. അമ്മയുടെ കൂടെ പോകണേക്കാൾ മുന്നേ വേദയ്ക്ക് തരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്, ഞാനപ്പോൾ അത് കൊണ്ടുവന്നുള്ളൂ, അത് മനസ്സിലായി എന്ന് പറയും. പേടിക്കേണ്ട, ഞാനിതിലൊന്നും കലക്കിയിട്ടില്ല എന്ന് പറയും. നീയൊന്നും ചേച്ചി നന്ദിനി അടുത്തേക്ക് അതിനുള്ള ധൈര്യമില്ല എന്ന് എനിക്കറിയാം. കാരണം എന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നന്ദിനി അടുത്തേക്ക് ഈ വീട്ടിൽ ജീവിക്കേണ്ടതെന്ന് പറയും. എന്നാലും പെട്ടെന്നുള്ളൊരു സ്നേഹം എന്താ ഇതിൻ്റെ പിന്നിൽ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.